അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം പഠിച്ചത്. ഈ സന്ദർഭത്തിൽ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യൽ എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒരു സ്കൂളിൽ ഒരു പ്രത്യേക പരീക്ഷയ്ക്കായി രക്ഷിതാക്കളോടൊപ്പം എത്തിയ കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇരുത്തിയ ശേഷം കൂടെ വന്ന മാതാപിതാക്കളെ മറ്റൊരു റൂമിലും ഇരുത്തിക്കൊണ്ട് സ്കൂളിലെ ഒരു അധ്യാപിക 2 റൂമിലും സന്ദർശിച്ചു. രക്ഷിതാക്കൾ ഇരിക്കുന്ന റൂമിൽ പോയി അധ്യാപിക ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ്? മാതാപിതാക്കൾ പറഞ്ഞു, അടുത്ത റൂമിലുള്ള ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന്. ടീച്ചർ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ മക്കൾ പറഞ്ഞത് അതല്ലല്ലോ. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ മാതാപിതാക്കളായ നിങ്ങളാണെന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളില്ലേ? ഈ ചോദ്യം കേട്ട് രക്ഷിതാക്കൾ ജാള്യത കൊണ്ട് തല താഴ്ത്തി എന്ന ഒരു സംഭവം ഒരാൾ എഴുതിയത് ഒരിടത്ത് വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഭാര്യയും കുട്ടികളും കുടുംബവുമായി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. ഇതുകൊണ്ട് തന്നെ ആവണം കാലാകാലങ്ങളിൽ അള്ളാഹു മനുഷ്യരോട് മാതാപിതാക്കളെ പരിചരിക്കണമെന്ന കാര്യം ഗൗരവത്തോടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രം ദൈവമായി ആരാധിക്കണമെന്ന് പറഞ്ഞ ശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആനിൽ മാത്രമല്ല അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും അതേ രൂപത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബനൂ ഇസ്രായേല്യരോട് ഇതേ രൂപത്തിൽ അള്ളാഹു കൽപ്പിച്ചിരുന്നു എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഖുർആനിൽ വിവിധ രൂപത്തിലാണ് ഈ കൽപ്പന അള്ളാഹു മനുഷ്യരോട് പറയുന്നത്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക എന്നതാണ് പൊതുവിൽ മനുഷ്യരോട് കൽപ്പിക്കുന്നതായി ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. ഇഹ്സാൻ എന്നാൽ നന്മ ചെയ്തു കൊടുക്കുക എന്നാണ് ഇവിടെ അർത്ഥം. സ്നേഹവാത്സല്യത്തോടെ അവരെ സന്തോഷിപ്പിച്ച് അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നതാണ് മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ. ഖുർആനിൽ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ഇക്കാര്യം ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. പിതാവിൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്നത് പോലും ഇബാദത്താണ്. പിതാവിൻ്റെ കൂടെ നടക്കുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ നടക്കരുത്. മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടാൽ അവരെ തുറിച്ചു നോക്കുക പോലും ചെയ്യരുത്. മാതാപിതാക്കൾ ശകാരിക്കുകയാണെങ്കിൽ അവരോട് തിരിച്ച് ഒന്നും പറയാതെ അവർക്ക് കാരുണ്യം ചെയ്യാനും പുറത്തു കൊടുക്കുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉത്തമ കർമ്മങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമസ്കാരം കഴിഞ്ഞാൽ ഉത്തമമായ കർമ്മം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്ന് പറയുകയുണ്ടായി. പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗത്തിൽ പോവാൻ കഴിയാത്തവൻ എത്ര നിർഭാഗ്യവാനാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും അവർക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവർ ഏറ്റെടുത്ത കരാറുകൾ പൂർത്തീകരിക്കുക. അവരുടെ കൂട്ടുകാരെ സന്ദർശിക്കുകയും ആദരിക്കുകയും ചെയ്യുക. പരലോകത്ത് വെച്ച് മനുഷ്യൻ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ മക്കളെയും ഇണകളെയും സഹോദരങ്ങളെയും പകരം നൽകാൻ തയ്യാറാണ് എന്ന് അള്ളാഹുവിനോട് പറയുന്ന മനുഷ്യൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഒരിക്കലും മാതാപിതാക്കളെ പകരം നൽകാൻ തയ്യാറാണ് എന്ന് മനുഷ്യൻ പറയുന്നില്ല. കാരണം തൻ്റെ മാതാപിതാക്കളെ തനിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കോപിക്കും എന്ന് മനുഷ്യനറിയാം. അതുകൊണ്ടാണ് അവിടെ മാതാപിതാക്കളെ പറയാതിരുന്നത്. ഖുർആനിൽ മാതാപിതാക്കൾക്ക് വാലിദൈൻ എന്നും അബവൈൻ എന്നും പറയുന്നുണ്ട്. വലദ എന്നാൽ പ്രസവിച്ചു എന്നാണ്. അതിൽ നിന്നുള്ള പദമാണ് വാലിദൈൻ. അതായത് മാതാവിലേക്കാണ് അത് ചേർക്കപ്പെടുന്നത്. മാതാവാണല്ലോ പ്രസവിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഖുർആനിൽ ആവർത്തിക്കുന്നിടത്തൊക്കെ വാലിദൈൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അത് മാതാവിനാണ് കൂടുതൽ സ്ഥാനമെന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ,
അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധ്യത എനിക്ക് ആരോടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ 3 തവണ ഉമ്മയോടാണ് എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് പരിചയമുള്ളതാണ്. എന്നാൽ അബവൈൻ എന്ന് പറയുന്നതും മാതാപിതാക്കൾക്ക് തന്നെയാണ്. അബ് പിതാവ് എന്ന അർത്ഥത്തിൽ പിതാവിലേക്കാണ് അത് ചേരുന്നത്. അനന്തരാവകാശ സ്വത്ത് പിതാവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക എന്നതുകൊണ്ട് ഖുർആനിൽ അനന്തരാവകാശ നിയമങ്ങൾ പറയുമ്പോൾ അബവൈൻ എന്ന പ്രയോഗമാണ് പറയുക. ഖുർആനിലെ ഓരോ പ്രയോഗങ്ങളുടെയും സൂക്ഷ്മതയും കൃത്യതയും സൂചിപ്പിക്കാനാണ് ഈ വ്യത്യാസം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളോടും കുടുംബത്തോടുമൊപ്പം സ്വർഗത്തിൽ പ്രവേശനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.